ഇതുപോലെ വേണം സംസാരിക്കാൻ. നീ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നതുകൊണ്ടാ അജയന് നിന്റെ തലയിൽ കയറി നിറങ്ങുന്നത്. കണ്ട ഒറ്റ ഡയലോഗില് അർജുൻ പൊളിച്ചടുക്കി. അവൻ എന്റെ ബോയ്ഫ്രണ്ടാ, അങ്ങനെ വരൂ. എന്നിട്ട് അവന്റെ ബോയ്ഫ്രണ്ടായ നീ എന്തുണ്ടമ്പുരിയാ കാണിക്കുന്നേ? പൊടി, ഞാൻ അത്യാവശ്യം സംസാരിക്കുന്നൊക്കെയുണ്ട്. സംസാരിച്ച നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ അജനി എപ്പോഴും വെല്ലുവിളിക്കുന്ന പോലെ അവൾ ഓരോന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. അവസാനം നിനക്ക് എത്ര അവൾ ആട്ടിപ്പായിച്ചാലും അവൾ പോവാത്ത പോലെയോ. അതുകൊണ്ട് ഇപ്പോഴേ പറഞ്ഞേക്കാം, ഇനി ക്ലാസ് കഴിയാൻ 3 മാസേ ഉള്ളൂ. അവളുടെ വെല്ലുവിളി നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ഇത് വലിയ വിഷയമാവും. ആഹാ, ഏട്ടന്റെ മുഖത്തെന്താ ഇത്ര സന്തോഷം? എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. അല്ല, എൻ്റെ അടുത്ത് എന്തോ പറയാനുണ്ട്. നിന്റെ അടുത്ത് മാത്രല്ല, എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. എങ്കിൽ പറ, കേൾക്കാൻ ഞങ്ങൾക്ക് തിടുക്കായി. പിന്നെ ഏട്ടന് വല്ല കർഷകശ്രീ കിട്ടിയെന്ന് എങ്ങാനാണോ പറയാൻ പോന്നെ? അതാണെങ്കിൽ അതിപ്പോ പുത്തരിയുള്ള കാര്യമല്ല. അതൊന്നല്ലടി. നിങ്ങള് കുറെ കാലായിട്ട് എൻ്റെ അടുത്ത് പറയുന്ന ഒരാഗ്രഹം, അത് ഞാൻ അങ്ങ് സാധിച്ചു തരാന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികെട്ടി കാണും. അതെന്താ ഏട്ടാ? എടാ, നിങ്ങളുടെയൊക്കെ വലിയൊരാഗ്രഹമല്ലേ എൻ്റെ കല്യാണം നടന്നു കാണണമെന്ന്. അതുകൊണ്ട് അത് നടത്താൻ ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ഇന്ന് രാവിലെ നിങ്ങളെല്ലാവരും കോളേജിൽ പോയതിന് ശേഷം ഞാൻ പാർവതിയുടെ വീട്ടിൽ പോയിരുന്നു. അവളുടെ അച്ഛനെയൊക്കെ കണ്ട് സംസാരിച്ചു. അവർക്കൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് അവളുടെ അച്ഛനമ്മയും പറയുന്നത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന്. അപ്പം മുഹൂർത്തം നോക്കിയിട്ട് നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. ഓഹ്, എൻ്റെ ഏട്ടൻ ഇപ്പോഴെങ്കിലും അതൊന്ന് സമ്മതിച്ചല്ലോ. ഇനി നേരം വൈകണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ജോലിസിന് പോയി കാണാം. ഇതൊക്കെ എപ്പോ? എൻ്റെ അടുത്ത് എന്നാലും ആരും പറഞ്ഞില്ലല്ലോ. മിസ്സായിപ്പോ. എന്നാലും കുഴപ്പമില്ല, വാ നമുക്കിപ്പൊ തന്നെ ജോലിസിനെ കാണാൻ പോവാം. ഇപ്പോഴോ? എടി, സമയം നോക്ക്. നാളെ രാവിലെ നിങ്ങൾ കോളേജിൽ പൊക്കോ. ഞാൻ പോയിട്ട് ജോത്സ്യനെ കണ്ട് മുഹൂർത്തം കുറിച്ചോളാം. ഞാനും കൂടി വരായിരുന്നു. എന്തിന്? ആ ജോത്സ്യന്റെ തല തിന്നാനോ? ഓഹോ, പൂച്ചക്കുട്ടിക്ക് നാവുണ്ടല്ലേ? എന്റെ നാവ് നീ കാണാതിരിക്കുന്നതാ നല്ലത്. കണ്ടാ കുറച്ച് ബുദ്ധിമുട്ടും മോള്. അപ്പോ എന്റെ നാവിനേക്കാളും വലിയ നാവാണെന്നാണോ പറയുന്നത്? എങ്കിൽ എനിക്കതൊന്ന് കാണണം. അഞ്ചു, എന്താടി മിണ്ടാതിരുന്നേ ഒന്ന്? ഓഹോ, ഞാൻ മിണ്ടുന്നതാണോ പ്രശ്നം? അപ്പോ ടോബി ചായം പറഞ്ഞതോ? അത് നിനക്ക് പ്രശ്നമല്ല അല്ലേ? ഓഹോ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയി. നടക്കട്ടെ നടക്കട്ടെ, ഞാനിപ്പോ ആരുടെ ആരും അല്ലല്ലോ. ഇവളെന്താടാ ഇങ്ങനെ? ഇത്രയും കണ്ടപ്പോഴേക്കും നീ തീരുമാനിച്ചോ ഇവളെന്താടാ ഇങ്ങനെയെന്ന്? ഇതൊന്നല്ല മോനെ അവള്, ഇതുക്കും മേലെ. അതൊന്നും നിങ്ങക്ക് സഹിക്കാനേ പറ്റില്ല. ഇപ്പൊ എന്തോ കുറച്ച് ദിവസമായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്, അതിൻ്റെയാ. കുഴപ്പമില്ല, നിങ്ങൾ ഇനി കുറച്ച് നാളും കൂടി ഇവിടെ നിൽക്കും തോറും നിങ്ങൾക്ക് ഇതൊക്കെ ശീലായിക്കോളും. അർജു, എന്താണ്, ഹാപ്പി ആയോ നീ? പിന്നല്ലാതെ ഒരുപാട് ഹാപ്പി. നിനക്കറിയോ, ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. എൻ്റെ ഏട്ടൻ കല്യാണത്തിന് സമ്മതിക്കുക എന്നുള്ളത്. ഏട്ടനും ഏട്ടത്തിയും പണ്ട് മുതലേ ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ എന്തു പറഞ്ഞാലും സമ്മതിച്ചു തരില്ല. ഏട്ടൻ ചെറുപ്പം മുതലേ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചത്, ആൾക്ക് വേണ്ടി ഒരിക്കൽ പോലും ജീവിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹം ഏട്ടൻ കല്യാണം കഴിക്കണം. ഏട്ടനോട് എത്ര പറഞ്ഞാലും ഏട്ടൻ സമ്മതിക്കില്ല. എപ്പോഴും പറയും ഞാനൊരു നിലയിലെത്തട്ടെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇപ്പോൾ ഏട്ടൻ തന്നെ വന്ന് കല്യാണം കഴിക്കാൻ സമ്മതാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ വല്ലാത്ത സന്തോഷം തോന്നി.
ഇപ്പോ ഒക്കെ ശരിയായില്ലേ? ഏട്ടനും ഹാപ്പി, നീയും ഹാപ്പി, അപ്പോ ഞാനും ഹാപ്പി. അർജു, നമുക്ക് ഈ കല്യാണം അടിച്ചു പൊളിക്കണം. വലിയ ആർഭാടൊന്നും വേണ്ട, എന്നാ കൂടി അത്യാവശ്യം എല്ലാവരെയും വിളിച്ച് എന്താ എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും മനോഹരമായിട്ട് ഒരു കൊച്ചു കല്യാണം. അത്രയും മതി. അത്രയും മതിയോ എൻ്റെ ബേബിക്ക്? എങ്കിൽ പറ, നമ്മുടെ കല്യാണം എങ്ങനെ വേണം? നമ്മുടെ കല്യാണം ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം. ഈ ഭൂമിയിൽ നടക്കാത്ത പോലത്തെ ഒരു കല്യാണമായിരിക്കണം നമ്മുടെ കല്യാണം. ഒരുപാട് പേരെ ക്ഷണിച്ച് ഒരുപാട് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഒരു എന്താ പറയുക, ഒരു സ്വപ്നത്തിൽ എന്ന പോലെ വേണം നമുക്ക് കല്യാണം കഴിക്കാൻ. എന്താ, നടക്കൂ? പിന്നെന്താ നടക്കാത്തെ? നീ പറഞ്ഞ ഈ ലോകത്ത് എന്തും നടക്കും. അത് നടത്താനല്ലേ ഞാൻ ദാ നിന്റെ കൂടെ ഇങ്ങനെയുള്ളത്. ഐ നോ യു ആർ മൈ സ്വീറ്റ് 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 ഹബ്ബി. എന്താ നീ വിളിച്ചേ? എന്താ എനിക്കങ്ങനെ വിളിച്ചൂടെ? വിളിക്കൊക്കെ ചെയ്യാം, നിനക്ക് മാത്രമേ അങ്ങനെ വിളിക്കാനുള്ള അവകാശമുള്ളൂ, വേറെ ആർക്കുമില്ല. പക്ഷേ ഇങ്ങനെ ബെഡ്റൂമില് ഒറ്റയ്ക്കൊക്കെ നമ്മൾ രണ്ടാളും ഇരിക്കുമ്പോ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാ മറ്റു പലതും എനിക്ക് തോന്നും. നമ്മുടെ കല്യാണമൊക്കെ നമുക്ക് പിന്നീട് നടത്താം. അപ്പോ എങ്ങനെയാ, ഒരു ഫസ്റ്റ് നൈറ്റ് ഇപ്പൊ നടത്തിയാലോ? അയ്യടാ മോനെ, പൂതി കൊള്ളാം. അതിനുള്ള വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. പ്ലീസ് ബേബി, ആരവേ പ്ലീസ് ടാ, ഒരു വട്ടം ഇന്ന് നൈറ്റ് നമുക്ക് രണ്ടുപേർക്കും ഈ കലവറ മണിയറയാക്കിയാലോ? നല്ല മൂഡിലാണെന്ന് തോന്നുന്നു ചേട്ടൻ. എങ്കി കേട്ടോ, എനിക്ക് അത്ര മൂഡില്ല. അതിനെന്താ, അതിനുള്ള മൂഡ് വരുത്താനല്ലേ ഞാനിവിടെ ഉള്ളത്. സോ നോ എക്സ്ക്യൂസസ്. പോയി ഫുഡ് കഴിച്ച് എൻ്റെ മോൻ ഇങ്ങോട്ട് വാ, നമുക്ക് ഇന്ന് ഒരു കലക്ക് കലക്കാം. പോടാ, ഞാനൊന്നും വരില്ല, ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാ. ബൈ. വന്നു. അല്ല, നീയല്ലേ പറഞ്ഞ് വരില്ലാന്ന്, എന്നിട്ട് എന്താ പോന്നത്? അത് പിന്നെ ഏത് പിന്നെ? ഇതെന്റെ ബെഡ്റൂമാ, ഇവിടെ അല്ലാതെ ഞാൻ പിന്നെ ഇവിടെ കിടക്കാനാ? പിന്നെ ഈ റൂമിൽ കിടക്കുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സോ ഡോണ്ട് ടച്ച് മൈ ബോഡി. നീ ആ അറ്റത്ത് മിണ്ടാതെ കിടന്നോളണം, ഞാൻ ഈ അറ്റത്ത് മിണ്ടാതെ കിടന്നോളാം. മിണ്ടാതെയൊക്കെ കിടന്നോളാം, പക്ഷേ നീ മിണ്ടാതെ കിടക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. എന്ത്? എനിക്ക് മനസ്സിലായില്ല. ഇപ്പോ മനസ്സിലാക്കി തരാം.
സോമദ്രോഹി കെടുക്കണ കെടുത്തി കണ്ടില്ലേ? ഓ, ഇന്നലെ രാത്രി എൻ്റെ ഭഗവാനെ, എനിക്ക് എണീക്കാനൊന്നും പറ്റുന്നില്ല. എൻ്റെ നടുവെല്ലാം വേദന എടുക്കാം. കിടക്കുന്ന കെടുത്തി കണ്ടാലും മതി, പഞ്ചപാവം. ഓ, എൻ്റെ നടു. എടാ, നീ എന്താ ഇങ്ങനെ നടന്നു വരുന്നേ? ചിരിക്കല്ലേ കേട്ടോ. അത് പിന്നെ ഏട്ടാ, ഞാൻ ഇന്നലെ ബാത്റൂമിലൊന്നും അറിയാതെ തെന്നി വീണു. അപ്പോൾ ഇവിടെ ഭയങ്കര വേദന, അതുകൊണ്ടാ. എന്നിട്ട് ഇന്നലെ രാത്രി നീ എന്തൊന്നും പറയാതിരുന്നേ? വാ, തൈലം പുരട്ടി തരാം. ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി, വേദനയൊക്കെ മാറിക്കോളും. കോളേജിൽ പോകേണ്ടതല്ലേ നിനക്ക്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഏട്ടാ, അത് മാറിക്കോളും. ശരി, എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ആരോ, നീ എന്താ ഇന്നെന്നെ കോളേജിലേക്ക് പോരുമ്പോ വിളിക്കാതിരുന്നത്? പോടാ, ഞാൻ നിന്റെ അടുത്ത് പിണക്കാം. ഞാൻ ഇന്നലെ മര്യാദയ്ക്ക് പറഞ്ഞതാ വേണ്ടാന്ന്. ഇപ്പൊ കണ്ടില്ലേ, എനിക്ക് മര്യാദയ്ക്ക് നടക്കാൻ കൂടെ പറ്റണില്ല. ഓഹോ, അതാണോ? അത് നിനക്ക് ശീലമായിക്കോളും. ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാടാ. ഞാനും കുറച്ച് പ്രശ്നമായിരുന്നു അല്ലേ? അത് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാ. ഇത് ഫസ്റ്റ് ടൈം അല്ലേ, അതിൻ്റെ. ഇനി ശീലമായിക്കോളും. ശീലമായിക്കോളുന്ന? അപ്പം നീ ഇത് ഡെയിലി ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? പിന്നല്ലാതെ. അയ്യടാ, ഡെയിലി ഒന്നും നടക്കില്ല. ഇന്നലെ നടന്നത് ഓക്കെ. ഇനി ആഫ്റ്റർ മാരേജ്. അതല്ലാതെ എങ്ങാനും ഇമാതിരി പണിയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ല. ജാൻവി, എന്താ നിന്റെ പ്ലാൻ? ദേ നോക്ക്, ആരും സാറും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കല്ലേ. ഞാനിപ്പോ അറിയാത്ത ഭാഗത്തിൽ അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ ചെന്ന് അറിയാതെ ആരവൻ്റെ ദേഹത്തേക്ക് വീഴും. അപ്പോൾ ആരവനെ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഫോട്ടോസ് എടുത്തോളാം. മറക്കരുത്, തെറ്റിച്ച് കളയരുതേ. ഈ ഫോട്ടോസ് വെച്ചിട്ട് നീ എന്ത് ചെയ്യാനാ? അതൊക്കെ ഉണ്ട്. ഈ ഫോട്ടോസ് എടുത്തിട്ട് ഇത് അത്യാവശ്യം എല്ലാ സോഷ്യൽ മീഡിയയിലും ഞാനങ്ങ് പോസ്റ്റും. നാണക്കേടോ എന്തോ, മര്യാദയ്ക്ക് പറഞ്ഞ അവൻ കേൾക്കില്ല. സോ നാണം കെട്ടിട്ടെങ്കിലും അവൻ എന്നെ ഇഷ്ടമെന്ന് പറയണം. അതിനു വേണ്ടിയിട്ടാ ഞാനിനി കളിക്കാൻ പോകുന്നത്. എടി, ഇതൊക്കെ വേണോ? കാരണം ഇത് നിന്നെയും കൂടി ബാധിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഇഷ്യൂ ആയി മാറും. ഇഷ്യൂ ആവട്ടെ, അത് തന്നെയാണ് എനിക്കും വേണ്ടത്. ഇഷ്യൂ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതേ അവൻ കേൾക്കൂ. സോ ഗെറ്റ് റെഡി ഗേൾസ്. ഓഹോ, ഇതാണല്ലേ പ്ലാൻ? വഴിയുണ്ട്. നിന്റെ പ്ലാനുള്ള മറു പ്ലാൻ ഞാൻ ഒപ്പിച്ചു തരാം. ആരോ ഒരു കൈ താടാ. ഞാൻ എന്തിനു കൈ തരണം? നീ നോക്കിയും കണ്ട് നടക്കാണ്ടല്ലേ തട്ടിമറിഞ്ഞ് വീണത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കും. എണീറ്റ് പോവാൻ നോക്ക്. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാ നിന്റെ സ്റ്റാറ്റസിന് ഡാമേജ് സംഭവിക്കുന്നു. ഇപ്പോ എന്തായി? കറക്റ്റായില്ലേ പറഞ്ഞത്? പോടി, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. 这司机有病吧？